അതെ, ഇപ്പോൾ നല്ല ചൂടല്ലേ, സ്വാഭാവികമായിട്ട് ഈ സന്ദർഭത്തിൽ അവർ കട അടച്ചിട്ടിട്ട് പോയിരുന്നതാണ്. അത് ബെഡും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണെന്നാണ് പറഞ്ഞത്. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക അവരുടെ നിഗമനം. പിന്നെ അടുത്ത കടയിലേക്ക് കൂടെ ഇപ്പോൾ പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അത് ശമിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തെയും ഫയർഫോഴ്സ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. 3 യൂണിറ്റ് മണിക്കൂറുകളോളമായി ഇപ്പോൾ ഇവിടെ വേറെ ഒരു യൂണിറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സ് ഇപ്പോൾ ആവശ്യമുള്ളത് വന്നിട്ടുണ്ട്. അകത്ത് തീയുണ്ടോ, അതാണ് പ്രശ്നം. അത് പരിഹരിക്കാനുള്ള പരിശ്രമത്തിലേക്കാണ് ഇപ്പോൾ പുതിയ യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ആവശ്യമെങ്കിൽ വേറെ മറ്റ് ജില്ലയുടെ പല ഭാഗത്ത് നിന്ന് വരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സ് ആവശ്യത്തിന് വരും. എന്തായിരുന്നാലും ഇപ്പം നിയന്ത്രണ വിധേയമാവുകയാണ്. അപ്പോൾ അകത്ത് തീയുണ്ടെന്ന് തോന്നുന്നു. അതാ ഇപ്പോൾ ആ പുക കാണുന്ന വിഷയം. കെട്ടിടത്തിന്റെ ഒരു വ്യാപ്തി വലിയൊരു എൽ ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ തീ ഉള്ളിലേക്കും കൂടുതൽ പടർന്നതായിട്ടാണ്. അതെ, ആ കെട്ടിടത്തിന്റെ ഒരു ഇപ്പോഴത്തെ ബിസിനസിന്റെ ഓളിയോ എല്ലാം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നഷ്ടങ്ങൾ അതിലേക്ക് സംഭവിക്കാൻ അതിന്റെ മുകളിലെല്ലാം കുറെ ഓഫീസുകളും കടകളുമാണല്ലോ. ആ കടകളുടെ പലതാണ് കത്തിപ്പോയിട്ടുള്ളത്. ഈ മൊത്തം അത് തീ അണച്ചതിന് ശേഷം നമ്മൾ അസസ് ചെയ്തെങ്കിൽ എന്തുമാത്രം നഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.